കൂരിയാട് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് ഒരൊറ്റപ്പെട്ട സംഭവമാകില്ലെന്നതായിരുന്നു ആശങ്ക. ആ ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് പിന്നീട് കണ്ണൂരും തൃശ്ശൂരുമെല്ലാം നമ്മൾ അതേ കാഴ്ച കണ്ടത്. ഇത് കൂരിയാട് അതേ റീച്ചാണ്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ആശങ്കയും നീളുന്നുണ്ട്. കാരണം എന്തെന്ന് അതേ നാട്ടുകാർ തന്നെ പറയും. ഇത് വളാഞ്ചേരിയിലെ വട്ടപ്പാറ എത്തിയിരിക്കുന്നു. ഈ ഒരു മേഖല എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ ഈ പ്രകൃതി മനോഹാരിതയൊക്കെ നല്ലൊരു കാഴ്ചയൊക്കെയാണ്. അത് ഈ റോഡിന്റെ ഭംഗിയോട് ചേർത്ത് വെച്ച് നമ്മൾ പറഞ്ഞതുമാണ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി. ഒരു വലിയ ആശങ്ക ഈ മേഖലയിൽ കൂരിയാടിന് സമാനമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് വളാഞ്ചേരിയിലെ വട്ടപ്പാറയാണ്. KNRCLന്റെ നേതൃത്വത്തിൽ തന്നെ ദേശീയപാത നിർമ്മാണം നടന്നു വരുന്ന മേഖല. ഇവിടെ നോക്കിയാൽ രണ്ട് വശത്തായും കാണാം മല നികത്തിയുള്ള സർവീസ് റോഡ് നിർമ്മാണമാണ്. ഇവിടെ ഉയരത്തിൽ നമുക്ക് കാണാം. ഇത്തരത്തിൽ മണ്ണ് ഇടിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണം ഉണ്ടാകുമ്പോൾ തന്നെ ഈ മഴക്കാലം ഉൾപ്പെടെ വരാനിരിക്കുമ്പോൾ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ മണ്ണൊലിഞ്ഞു പോകുന്നതൊക്കെ ഈ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഉണ്ടാകുന്ന ഒരു നിർമ്മാണം ഈ ഒരു മേഖലയിൽ കൂടി വട്ടപ്പാറയിൽ കൂടി നടക്കുമ്പോൾ ആളുകൾക്ക് അതിൽ പ്രതികരിക്കാനുണ്ട്. ഒരൊറ്റ മലയെന്ന് ഇവിടെ നിന്നു. ആ മല നെടുകെ പിളർന്നുകൊണ്ടാണ് പോയിട്ടുള്ളത്. ആ മലയുടെ ആണി നഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പുറത്തൊരു മല, ഇപ്പുറത്തൊരു മല. അപ്പോൾ ഇപ്പോൾ ഈ പ്രദേശത്ത് നിരവധി ആളുകൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ വടക്കേക്കുളമ്പ് എന്ന് പറഞ്ഞ് എൻ്റെ വാർഡാണ്, ഞാൻ പ്രതിനിധിക്കുന്ന വാർഡ് കൂടിയാണ്. വടക്കേക്കുളമ്പ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരൊറ്റ മഴക്കാണ് ഇവിടുത്തെ വെള്ളവും മണ്ണും ചെളിയും ഒക്കെ പാടെ അവിടുത്തെ വീടുകളിലേക്ക് മുഴുവൻ വന്നത്. അതുപോലെ തന്നെ ഇനി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഴയുടെ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് മണ്ണിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർ സേഫ്റ്റി വാളൊക്കെ കെട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സേഫ്റ്റി വാൾ ഇതിനെക്കാട്ടും വലിയ സേഫ്റ്റി വാൾ കിട്ടിയതാണ് കൂരിയാട്. എന്ത് സംഭവിച്ചു? ഇത്രയും താഴ്ചയിൽ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ഉയർന്ന ഈ കുന്നുകൾ എങ്ങനെയാണ് എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് ജനങ്ങളിൽ ഇപ്പോഴും ആശങ്ക. ഈ ഒരു വിഷയം കാരണം കൂടുതൽ ആശങ്കയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആൾക്കാർ. എന്താ കാരണം വെച്ചാൽ ഇത്രയും ഹൈറ്റിലാണ് രണ്ട് സൈഡിലും റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നത്. അത് ഭയങ്കര അപകടം തന്നെയാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി. KNRCL എന്ന കമ്പനി ഡിബാർ ചെയ്യപ്പെട്ടു. അപ്പോൾ അതേ കമ്പനിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇവിടെ വെച്ചാൽ ഇവിടുത്തെ KNRCന്റെ ആളുകൾ ഇപ്പോൾ നമ്മളോട് ഓഫീസേഴ്സ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ സർവീസ് റോഡില്ല, ഇങ്ങനെ കട്ടായി പോയിക്കണ്, അവിടുത്തെ തിരിച്ച് റിട്ടേൺ പോയിട്ട് അങ്ങനെ പോസിറ്റീവ് വരണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ ജനങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാണ്. കൂരിയാടിന് സമാനമായ രീതിയിൽ അത്തരത്തിൽ KNRCLന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ജില്ലയിലാകെ വിവിധ മേഖലകളിൽ ഇത്തരം ആശങ്ക നിലനിൽക്കുന്നു. ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നൊരു ഭീതിയിലാണ് പ്രദേശവാസികളുള്ളത്. ജോം DK-ക്കൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.